സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ അധ്യായത്തില് 2024 പുതുവർഷ ഫലത്തില് മകം നക്ഷത്രക്കാർ അറിയുന്നതിന് വേണ്ടിയിട്ട് ചില സുപ്രധാന കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഫലങ്ങളെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് നോക്കാം. മകം നക്ഷത്രക്കാര് മൂകം പോലെ കാണപ്പെടുന്ന 5 നക്ഷത്രങ്ങളാണ് മകം. പിതൃക്കളാണ് ദേവത. രാജധാനിയിലെ സിംഹാസനത്തോടു കൂടിയ മണ്ഡലമാണ് ചിഹ്നം. ബുദ്ധിശക്തിയും വിജ്ഞാന തൃഷ്ണയും പ്രദർശിപ്പിക്കുന്നതോടൊപ്പം ഇവർ വിനയമുള്ളവരുമായിരിക്കും. ഇവർ ഉന്നത വ്യക്തികളുമായി സൗഹൃദം നിലനിർത്തും. സ്ത്രീകൾ ധാർമ്മിക കാര്യങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ കാര്യപ്രാപ്തിയോടുകൂടി പ്രവർത്തിക്കുന്നവരായിരിക്കും. ഗുരുജനങ്ങളെയും ഭർത്താവിനെയും അനുസരിക്കുന്ന ഇവർ യാഗാദി കർമ്മങ്ങൾ ചെയ്യാൻ ഉത്സുകരായിരിക്കും. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2024 പുതുവർഷ ഫലം അത് വളരെ നല്ല ഒരു സമയമാണ് വരാൻ പോകുന്നത്. കർമ്മരംഗം പുഷ്ടിപ്പെടും, സാമ്പത്തിക നില മെച്ചപ്പെടും, സ്ത്രീകൾക്ക് ഭാഗ്യം വേണ്ടുവോളം ഉണ്ടാകുമെങ്കിലും ദാമ്പത്യ സൗഖ്യമൊക്കെ കുറയും. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം പുഷ്പാഞ്ജലിയൊക്കെ നടത്തുക. അതോടൊപ്പം തന്നെ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള വിശദമായിട്ടുള്ള ഫലം നമുക്ക് മകം നക്ഷത്രക്കാരന് നോക്കാം. ആദ്യം നമുക്ക് ജനുവരി മാസത്തെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിൽക്കും. സാഹസിക പ്രവർത്തനങ്ങൾക്ക് ഈ സന്ദർഭം അത്ര അനുകൂലമല്ല. കടം കൊടുത്ത പണം പലിശ സഹിതം തിരിച്ചു കിട്ടും. വീക്ഷണപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കും. അധിക ചെലവുകളൊക്കെ വന്നുപെടാനുള്ള സാധ്യത ജനുവരി മാസത്തിൽ കാണുന്നുണ്ട്. ജോലിസ്ഥലത്ത് ചില പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. ഇനി നമുക്ക് ഫെബ്രുവരി മാസത്തെ ഫലം നോക്കാം. സന്താനങ്ങളിൽ നിന്ന് ധനാഗമം ഉണ്ടാകും. യുവജനങ്ങളുടെ വിവാഹകാര്യത്തിനൊക്കെ അനുകൂലമായ സന്ദർഭമാണ്. ഉദ്യോഗത്തിൽ പ്രൊമോഷൻ ലഭിക്കും. സർക്കാരിൽ നിന്ന് അപ്രതീക്ഷിത ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൃഷിയിൽ നിന്ന് വരുമാനം കുറയും. വീട്ടിൽ പൂജാതി മംഗളകാര്യങ്ങളൊക്കെ നടക്കാനിടയുണ്ട്. ഇനി നമുക്ക് മാർച്ച് മാസത്തെ ഫലം നോക്കാം. സാമ്പത്തികമായി അനുകൂലമായ സാഹചര്യമാണ് കാണുന്നത്. അധ്യാപകർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. കലാപരമായ കഴിവുള്ളവർക്ക് ജനമധ്യത്തിലൊക്കെ അംഗീകാരവും അവരെ അംഗീകരിക്കാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം അനുഭവിക്കാനുള്ള മനസ്ഥിതി, അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് തയ്യാറാകും. അതുപോലെ തന്നെ സന്താനങ്ങളുമായി കൂടിക്കഴിയാനുള്ള അവസരമുണ്ടാവും. ജോലിയിലൊക്കെ സ്ഥലം മാറ്റമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഏപ്രിൽ മാസത്തെ ഫലം നോക്കാം. സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും. കൂട്ടുവ്യവസായ ഏർപ്പാടുകളിൽ ചില വിഷമതകളൊക്കെ ഉണ്ടായെന്ന് വരും. ഉദ്യോഗത്തിൽ പ്രൊമോഷൻ ലഭിക്കും. ഓഹരിയിൽ വൻതോതിലുള്ള നഷ്ടം സംഭവിക്കാനിടയുണ്ട്. പൂർത്തിയാകാത്ത വിട്ട വിദ്യാഭ്യാസമൊക്കെ പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട്. പ്രവർത്തന രംഗങ്ങളിലെല്ലാം തന്നെ പുരോഗതി ദൃശ്യമാകും. ഇനി നമുക്ക് മെയ് മാസത്തെ ഫലം നോക്കാം. ഭാര്യയുടെ സ്വത്തൊക്കെ അനുഭവയോഗ്യമാകും. സ്ത്രീകൾക്ക് വിവാഹമൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പിതാവിന് ശ്രേയസ് വർദ്ധിക്കും. സഹോദരങ്ങളിൽ നിന്നുള്ള സഹായം പ്രതീക്ഷിക്കാം. അധ്യാപകർക്ക് അല്പം പ്രതികൂലമായ സാഹചര്യമാണ്. ഇനി നമുക്ക് ജൂൺ മാസത്തെ ഫലം നോക്കാം. ജൂൺ മാസത്തിൽ മറ്റുള്ളവരുടെയൊക്കെ ആദരവിനൊക്കെ പാത്രീഭവിക്കും. ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ദൗത്യം നിർവഹിക്കേണ്ടതായിട്ട് വരും. വീട്ടിൽ ചില ദൈവിക കാര്യങ്ങളൊക്കെ നടക്കാനിടയുണ്ട്. പത്രം, പരസ്യം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ജോലി സംബന്ധമായ ചില പ്രയാസങ്ങളൊക്കെ വന്നു ചേരും. ഇനി നമുക്ക് ജൂലൈ മാസത്തെ ഫലം നോക്കാം. ഓഹരി വിപണിയിൽ നിന്ന് ധനാഗമം വർദ്ധിക്കും. ശരിയും തെറ്റും മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തനം ക്രമപ്പെടുത്തും. പരീക്ഷകളിലൊക്കെ വിജയിക്കും. സദ്യകളിൽ മറ്റും ഒരുക്കുന്നതിന് താല്പര്യം കാണിക്കും. വീട് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതായിരിക്കും. ജോലിസ്ഥലത്ത് ശത്രുക്കളുടെയൊക്കെ ശല്യം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് മാസത്തെ ഫലം നോക്കാം. വിദേശത്ത് നിന്നും സന്ദേശങ്ങളുമൊക്കെ പണവും ഒക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പുതിയ വാഹനമൊക്കെ വാങ്ങുന്നതിനുള്ള ശ്രമം നടത്തും. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. ഡോക്ടർമാർ അവരുടെ പ്രവർത്തന രംഗത്ത് അല്പം ശ്രദ്ധാലുക്കളാകണം. ഉയരങ്ങളിൽ നിൽക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. ഓഗസ്റ്റ് മാസത്തെ ഫലം നോക്കാം. ജൂലൈയില് ജോലിയിൽ മേലധികാരികളുടെ പ്രശംസയൊക്കെ പിടിച്ചുപറ്റും. പട്ടാളം, പോലീസ് എന്നീ മേഖലകളിലൊക്കെ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. തൊഴിലാളികൾക്ക് വരുമാനം വർദ്ധിക്കും. ഉദര സംബന്ധമായ രോഗങ്ങളൊക്കെ അലട്ടാനുള്ള സാധ്യതയുണ്ട്. ഭക്ഷ്യവിഷബാധയേറ്റ ആശുപത്രിവാസത്തിന് യോഗമുണ്ട്. ഇനി സെപ്റ്റംബർ മാസത്തെ ഫലം നോക്കാം.
ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളും വിജയകരമായി പൂർത്തീകരിക്കും. അധിക ചെലവ് ഒഴിവാക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഏത് പരിസ്ഥിതിയിലും ആവേശവും ധൈര്യവും ഒക്കെ പ്രകടിപ്പിക്കും. മേലധികാരികൾക്ക് ഹിതകരമായി പ്രവർത്തിക്കും. ഭൂമി വാങ്ങാൻ പണം മുടക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒക്ടോബർ മാസത്തെ ഫലം നോക്കാം. ക്രെഡിറ്റ് ലോൺ സൗകര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. മനസ്സമാധാനം വർദ്ധിക്കും. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വീട് വിട്ട് താമസിക്കേണ്ട അവസ്ഥയുണ്ടാവും. സർക്കാരിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും. ശത്രുക്കളുടെ പ്രവർത്തനമൊക്കെ ചെറുത്തു നിൽക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ നവംബർ മാസത്തെ ഫലം നോക്കാം. നവംബർ മാസത്തിൽ അകാരണമായ ഉത്കണ്ഠകളൊക്കെ മനസ്സിനെ അസ്വസ്ഥമാക്കാൻ ഇടയുണ്ട്. അപ്രതീക്ഷിതമായി അല്പം ധനനഷ്ടമൊക്കെ വന്നുപെടാൻ ഇടയുണ്ട്. മനസ്സിന് ഭാവനയുടെ പക്ഷത്തേക്ക് നീങ്ങുന്നതിൽ പ്രായോഗിക കാര്യങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കാൻ പറ്റിയില്ലെന്ന് വരില്ല. ഇനി നമുക്ക് ഡിസംബർ മാസത്തെ ഫലം നോക്കാം. ബന്ധുജനങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായം ഉണ്ടാകും. ഉന്നത സ്ഥാനത്തിരിക്കുന്നവരുടെ ശുപാർശ മൂലം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ സീറ്റ് ലഭിക്കും. ബിസിനസ്സിൽ പൊതുവെ പുരോഗതി ദൃശ്യമാകും. പരസ്യങ്ങളിൽ നിന്നും ഏജൻസികൾ മുഖേനയും കൂടുതൽ നേട്ടം പ്രതീക്ഷിക്കാം. സർക്കാർ ജോലി ലഭിക്കാൻ ഇടയാകും. കോടതിപരമായ കേസുകളിലൊക്കെ പരാജയം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 2024 പുതുവർഷം മകര നക്ഷത്രക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയമാണ് ഇനി വരാൻ പോകുന്നത്. എല്ലാവിധ ആഗ്രഹങ്ങളും തങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.